അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്ട്രാറ്റജി നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താനായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ സ്ട്രാറ്റജിയിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറയാം. ഇപ്പോൾ RSI മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണിത്. ഒരു RSI അല്ല, 3 RSI ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണിത്. അപ്പോൾ നിങ്ങൾ ഈ സ്ട്രാറ്റജിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് മുഴുവൻ അറിയാനായിട്ട് ഈ വീഡിയോ ഒന്ന് അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ സ്ട്രാറ്റജി മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ EUR/JPY പെയർ എടുത്ത് ഡിജിറ്റലിൽ ഞാൻ പെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഇതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ക്യാൻഡിലിൻ്റെ ടൈം ഇൻ്റർവെല്ലൊന്ന് മാറ്റാം. ക്യാൻഡിൽ സ്റ്റിക്ക് ആദ്യം മറ്റേ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആക്കിയതിന് ശേഷം ടൈം ഇൻ്റർവെല്ല് 1 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് ഓട്ടോ സ്കെയിലിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഓഫാക്കി ഇടുക. ഇവിടെ അത്ര ചെയ്യേണ്ടുള്ളൂ. പിന്നീട് ഈ കോമ്പസിൻ്റെ ഐക്കണില്ലേ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഇതിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന ഓപ്ഷൻ എടുക്കുക. ഇൻഡിക്കേറ്റേഴ്സിൽ പോയതിന് ശേഷം RSI എന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഇതാ കണ്ടില്ലേ, ഇവിടെ RSI എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഈ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അടുത്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് പീരീഡ് നിങ്ങൾക്ക് മാറ്റേണ്ട ആവശ്യമില്ല, 14 തന്നെ വയ്ക്കുക. അടുത്തത് ഓവർ ബോട്ട് എന്നുള്ളത് 70 കിടക്കുക. അത് നിങ്ങളൊന്ന് ജസ്റ്റ് 80 ആക്കി ഇടുക. ഓക്കെ, അതൊന്ന് 80 ആക്കി ഇടുക. അതുപോലെ ഓവർ സോൾഡ് 30 കിടക്കുക. അതിനൊന്ന് 20 ആക്കി ഇടുക. 30 മാറ്റി 20 ആക്കി ഇടുക. എന്നിട്ട് ജസ്റ്റ് അപ്ലൈ അടിക്കുക. അപ്പോൾ ഒരു RSI റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒന്നും കൂടി ഇൻഡിക്കേറ്റേഴ്സിൽ പോവുക. RSI നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അത് RSI എടുക്കുക. പിന്നെ പീരീഡ് എന്ന് പറയുന്നത് 7 സെറ്റ് ചെയ്യുക. ഓക്കെ, പീരീഡ് 7 സെറ്റ് ചെയ്യുക. അതിനുശേഷം ഓവർ ബോട്ട് 80, അതുപോലെ ഓവർ സോൾഡ് 20. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ ഇതിലും സെറ്റ് ചെയ്യുക. സോറി, അത് 200 20. എന്നിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് RSI സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ 3 RSIൻ്റെ ആവശ്യമുണ്ട്. പിന്നെ RSI സെലക്ട് ചെയ്തതിന് ശേഷം പീരീഡ് എന്ന് പറയുന്നത് 21 സെറ്റ് ചെയ്യുക. 21 സെറ്റ് ചെയ്തതിന് ശേഷം ഓവർ ബ്രോട്ട് എന്ന് പറയുന്നത് 80 സെറ്റ് ചെയ്യുക. എല്ലാ ഓവർ ബോട്ടും ഓവർ സോൾട്ടും സെയിം ക്വാണ്ടിറ്റി തന്നെയാണ്. അതായത് ഇപ്പോൾ ഇവിടെ അതേപോലെ നമ്മൾ കഴിഞ്ഞ ഇൻഡിക്കേറ്ററിൽ സെറ്റ് ചെയ്ത പോലെ തന്നെ 20 സെറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് അപ്ലൈ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻ്റർഫേസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് നമ്മൾ ഇനി ഇതെങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതിൽ ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യല്ല. ജസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു സ്ട്രാറ്റജി എന്ന രീതിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നല്ല ഹൈലി റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ റിസ്ക് എടുക്കാനൊക്കെ പറ്റുന്നവർ മാത്രം ഇതിലേക്ക് ഇറങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജിയിലോട്ട് വരാം. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക അല്ലേ. അപ്പോൾ നമ്മൾ 3 RSI ഒക്കെ സെറ്റ് ചെയ്തെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 RSI ലൈനില്ലേ, ഈ 3 RSI ലൈനും മേലത്തെ ഗ്രീൻ ലൈനിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പുട്ട് ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അതായത് ഈ ഫസ്റ്റ് RSIയും സെക്കൻഡ് RSIയും തേർഡ് RSIയും ആ യെല്ലോ കളർ ലൈനില്ലേ, ആ യെല്ലോ ലൈൻ ഓവർ ബ്രോട്ടായ 80% എന്നുള്ളൊരു ഗ്രീൻ ലൈനില്ലേ, അതിൽ തൊട്ട് കഴിഞ്ഞാൽ 3ഉം അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുട്ട് ഓപ്ഷൻ എടുക്കാം. നിങ്ങൾ അങ്ങനെ എടുക്കുന്നതിനെക്കാട്ടിയും ബെറ്റർ എന്ന് പറയുന്നത്, അവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വലിയൊരു ക്യാൻഡിലാണ്. ഇപ്പോൾ ഈ ഒരു യെല്ലോ ലൈൻ മേലത്തെ ഗ്രീൻ ലൈനിൽ ടച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടൊരു പുട്ട് ഓപ്ഷൻ കൊടുക്കാം. അതേസമയം ടൈം ഇൻ്റർവെല്ലിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ടൈം ഇൻ്റർവെല്ലിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ടൈം എന്നുള്ള അവിടെ നിന്ന് നിങ്ങൾക്ക് ടൈം ഇൻ്റർവെല്ലിൽ മാറ്റാനായിട്ട് സാധിക്കും.
ടൈം ഇൻ്റർവെൽ ഡിഫോൾട്ടായിട്ട് 1 മിനിറ്റിലാണ് കിടക്കുക. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് മാറ്റി 15 മിനിറ്റ്സ് ആക്കി ഇടുക. അതായിരിക്കും കുറച്ചും കൂടി റിസ്ക് കമ്മി. അപ്പോൾ 15 മിനിറ്റ്സ് ആക്കി ഇടുക. പിന്നെ ഇത് നിങ്ങൾ കുറച്ച് പേരും കൂടി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. AUD JPY ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു പേരും കൂടി ഓപ്പൺ ചെയ്യാം. USD JPY ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്യാൻഡിൽസ് ഒന്ന് മാറ്റട്ടെ. ഓക്കെ, ഇതാ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 3 RSI ലൈനും താഴത്തെ ഈ റെഡ് ലൈനിൽ, അതായത് ഓവർ സോൾഡായ റെഡ് ലൈനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 3 RSI ഒരേ സമയം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതേസമയം നിങ്ങൾക്ക് ക്യാൻഡിൽസിൽ വലിയൊരു റെഡ് ക്യാൻഡിലാണ് ഫോം ആയതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. അതായത് കോൾ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ഒന്ന് ടൈം ഇൻ്റർവെല്ലിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. 15 മിനിറ്റ്സ് തന്നെ എല്ലാത്തിനും സെറ്റ് ചെയ്ത് വെക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. നല്ലൊരു സിഗ്നൽ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ട്രേഡ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ലൈവ് അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാത്തതെന്ന്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ലൈവല്ല റിയൽ അക്കൗണ്ടിൽ അപ്പോൾ എന്താണ് നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി നേരിട്ട് നിങ്ങളുടെ റിയൽ അക്കൗണ്ടിൽ ഒരിക്കലും ട്രൈ ചെയ്യരുത്. കാരണം കുറച്ച് പ്രാക്ടീസ് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ ആദ്യം ഒന്ന് പ്രാക്ടീസ് അക്കൗണ്ട് എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ഒരു സിഗ്നൽ കിട്ടുമ്പോൾ ട്രേഡ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് വർക്കിംഗ് 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. എന്നിട്ട് വർക്ക് ആവേണ്ടതെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇത്. ഓക്കെ, ഇത് നല്ല ഒരു വിന്നിങ് റേഷ്യോ തരുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതൊന്ന് ടച്ച് ചെയ്യുന്നില്ല. ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതേസമയം ഈ 3 RSI ലൈനും താഴെ റെഡ് ലൈനിൽ ടച്ച് ചെയ്തതിന് ശേഷം ചാർട്ടിൽ ഒരു ഹാമറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് ഹാമർ വരുന്ന സമയത്ത് അവിടെ ഒരു സപ്പോർട്ട് ലൈനും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഷുവറാണ് ആ മാർക്കറ്റ് മേലോട്ട് പോയിരിക്കും. അതേപോലെ 3 RSI ലൈനും മേലെ ഗ്രീൻ ലൈനിൽ ടച്ച് ചെയ്യുന്ന ടൈമിൽ ക്യാൻഡിൽസിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഒരു റെസിസ്റ്റൻറ്റ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് 100% ഷുവറായിട്ട് നിങ്ങൾക്ക് ഒരു പുട്ട് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അവിടെ ഞാൻ പറഞ്ഞത് ഒന്ന് മൈൻഡ് വയ്ക്കുക. അല്ലാണ്ട് നിങ്ങൾ വെറുതെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻസിൽ വർക്കാകുന്നില്ല എന്ന് പറയരുത്. ഞാൻ പറയുന്ന ഓരോ കണ്ടീഷൻസ് കറക്റ്റായി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണിത്. നല്ലൊരു സിഗ്നൽ കിട്ടുന്നില്ല. നല്ലൊരു സിഗ്നൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ട്രേഡ് ചെയ്ത് കാണിച്ചു തരാം. ഓൾറെഡി മാർക്കറ്റ് അപ്പ് ട്രെൻഡിലാണ്. ടച്ച് ചെയ്യാനായിട്ടുണ്ട്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൾ ഓപ്ഷൻ കൊടുക്കും. ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു കോൾ ഓപ്ഷൻ കൊടുക്കുകയാണ്. കാരണം വീഡിയോൻ്റെ സമയം ഞാൻ വലുതാക്കുന്നില്ല. നമുക്ക് 14% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മേലത്തെ ഈ സെൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. അപ്പോൾ ഞാനിതാ 79% വന്നപ്പോൾ ഞാനിത് സെല്ല് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, നിങ്ങൾക്ക് 3 RSI താഴെ ടച്ച് ചെയ്തതിന് ശേഷം ഒരു മേലോട്ട് ഒരു കയറ്റം കൊണ്ട് കയറിയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ആയത്. നിങ്ങൾ ഇത് പ്രാക്ടീസ് അക്കൗണ്ട് അല്ലേ റിയലിൽ കാണിക്കുന്നൊന്നും വെച്ചിട്ട് കമൻറ്റ് ചെയ്യണ്ട പ്ലീസ്. ഞാൻ രണ്ടിലും മാർക്കറ്റ് കണ്ടീഷൻ സെയിം ആണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പല ഇംഗ്ലീഷുകാരുടെ ഹിന്ദിക്കാരുടെയൊക്കെ വീഡിയോയിൽ അവർ ഈ പൈസൻ്റെ അവിടെ അവർ കട്ട് ചെയ്തതിന് ശേഷമാണ് അവർ വീഡിയോ ഇടുന്നത്. അങ്ങനെയുള്ളവൻ്റെ വീഡിയോസ് കാണാൻ വരെ ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ലൈവായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കാണിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഇനിയൊരു മൂവ്മെൻറ്റും കൂടി കിട്ടുകയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി ട്രേഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സ്ട്രാറ്റജിയാണിത്. നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഒരുപാട് ലോസ് വരുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഐക്യ ഓപ്ഷനിൽ. അപ്പോൾ മാക്സിമം അവർക്ക് പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ടാണ് വരുന്നത്. 3 RSI ലൈനെ മാക്സിമം ടച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു കോൾ ഓപ്ഷൻ എടുക്കുക. അല്ലാണ്ട് വെറുതെ ടച്ച് ചെയ്തില്ല എന്നുള്ളപ്പോൾ വെറുതെ ചറവറ ട്രേഡ് ചെയ്യാണ്ട് ഒരു ദിവസം ഒരു ടാർഗറ്റ് വെച്ചിട്ട് ചെയ്യുക. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു 10% പ്രോഫിറ്റേ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ. 3 ലൈനും ടച്ച് ചെയ്തിട്ടുണ്ട് താഴത്തെ റെഡ് ലൈനിൽ. അതേപോലെ അവിടെ ഒരു വലിയൊരു റെഡ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. വലിയൊരു റെഡ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കോൾ ഓപ്ഷൻ കൊടുത്തത്. 18% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 25%ആയി കണ്ടില്ല. അപ്പോൾ ഞാനത് സെല്ല് ചെയ്തു. ഇത്രേ ഉള്ളൂ സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യാണ്ട് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആ ക്യാൻഡിൽ ക്ലോസ് ആകുന്ന വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ അതൊരു റിസ്ക്കാണ്. ഓക്കെ, അത് ഒരു റിസ്കി പരിപാടി ആയതുകൊണ്ടാണ്. ചിലപ്പോൾ പോയാലോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ.
അപ്പോൾ നിങ്ങൾ സെല്ല് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഡിജിറ്റൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. കാരണം 95% നമുക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതാ കോൾ ഓപ്ഷൻ കൊടുത്തു ഞാൻ. കാരണം 3 RSI ലൈനും താഴത്തെ റെഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കോൾ ഓപ്ഷൻ എടുത്തു. പക്ഷേ ഇതിൽ ഞാൻ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൾറെഡി ഒരു പക്ക ഡൗൺ ട്രെൻഡാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പ്രോഫിറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ സെല്ലടിക്കും. കാരണം ഡൗൺ ട്രെൻഡാണിത്. ഇതാ $38 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഒരു ഫേക്കിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇതിൽ സ്ക്രീനിൽ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് 3 ലൈനും ടച്ച് ചെയ്ത് ഞാൻ കോൾ ഓപ്ഷൻ കൊടുത്തു. ഇത്ര ഞാൻ ചെയ്യുന്നുള്ളൂ. വേറെ ഒരു പരിപാടി ഞാൻ ചെയ്യുന്നില്ല. ഒരു കുണ്ടാമണ്ടി പരിപാടി ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഒരു സിഗ്നലും കൂടി ഇവിടെ ആണെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് മിസ്സായി തോന്നുന്നു. ഞാൻ ടച്ച് ചെയ്ത് ഓൾറെഡി മേലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. 3 ലൈനും ടച്ച് ചെയ്തതിന് ശേഷം ഒരു സ്ട്രോങ് ക്യാൻഡിൽ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. അതായിരിക്കും ബെറ്റർ. അതായിരിക്കും കൂടുതൽ, കുറച്ചും കൂടി വിന്നിങ് റേഷ്യോ കിട്ടുക നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അടുത്തൊരു സ്ട്രാറ്റജി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹോം പേജിൽ അടങ്ങി വന്ന് കിടക്കും. അപ്പോൾ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഒരു സ്ട്രാറ്റജീസ് ഒന്നും മിസ്സാകാണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ എനിക്ക് അടുത്തൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആവും. ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും അതിന് റീപ്ലൈ തന്നിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.